കോഴിക്കോട് കല്ലായിപ്പുഴയിൽ വീണ്ടും കയ്യേറ്റം. റവന്യൂ വകുപ്പ് സ്ഥാപിച്ച ജണ്ടകൾ പലയിടത്തും തകർന്ന നിലയിലാണ്. കയ്യേറ്റക്കാർക്കെതിരെ കോർപ്പറേഷൻ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. 400 മീറ്ററിലധികം വീതിയുള്ളതായിരുന്നു കല്ലായിപ്പുഴ. എന്നാൽ ഇപ്പോൾ പലയിടത്തും 50 മീറ്റർ പോലും വീതിയില്ല. കല്ലായി പാലത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലാണ് വ്യാപകമായ കയ്യേറ്റം കണ്ടെത്തിയിട്ടുള്ളത്. വൻകിട മരമില്ലുകളും സമീപത്തെ ഭൂവുടമകളുമാണ് കയ്യേറ്റക്കാരെന്നാണ് ആരോപണം. കല്ലായിപ്പുഴയുടെ പുറമ്പോക്കുൾപ്പെടെ 23.5 ഏക്കർ സ്ഥലം കയ്യേറ്റക്കാരുടെ പിടിയിലെന്നാണ് ഔദ്യോഗിക കണക്ക്. പുഴ സംരക്ഷണ സമിതി നിയമയുദ്ധം തുടർന്നതോടെ കയ്യേറ്റം ഒഴിപ്പിച്ചില്ലെങ്കിലും റവന്യൂ വകുപ്പ് 100 ജണ്ടകൾ സ്ഥാപിച്ചിരുന്നു. ജണ്ടകൾ പലയിടത്തും കയ്യേറ്റ ലോബി തകർത്തിട്ടുണ്ട്. ജണ്ട പൊളിക്കുന്നത് പറഞ്ഞാൽ ഇവിടുത്തെ കയ്യേറ്റക്കാരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഞങ്ങൾ കണ്ട ജണ്ട പൊളിച്ച ഭാഗങ്ങളൊക്കെ മെയിൻ കയ്യേറ്റക്കാരുടെ സ്ഥലങ്ങളാണ്. അതാണ് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിത് ശക്തമായിട്ട് കല്ലായിപ്പോയ സംരക്ഷണ സമിതി ശക്തമായ സമരത്തിലൂടെയും ഹൈക്കോടതിയിൽ കേസ് വാങ്ങിയും അങ്ങനെ കേസ് നടത്തിയും മുന്നോട്ട് പോയിട്ട് ഞങ്ങളുടെ സർക്കാരും കോഴിക്കോട് കോർപ്പറേഷനും ഒരുമിച്ച് കൊണ്ട് നമ്മുടെ അന്നത്തെ കലക്ടർ ജോസ് സാറിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ 100ഓളം ജണ്ടകൾ കയ്യേറ്റ ഭൂമിക്ക് അടയാളപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ജണ്ടകൾ തകർത്തിട്ടും കോർപ്പറേഷൻ അധികൃതർ ഇതുവരെ അനങ്ങിയിട്ടില്ല. കൈമടക്ക് കൃത്യമായി ചെല്ലുന്നതിനാൽ ഉദ്യോഗസ്ഥർ പലപ്പോഴും കയ്യേറ്റക്കാർക്കൊപ്പമാണ് നിൽക്കാറുള്ളതെന്ന് കല്ലായിപ്പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ ആരോപിച്ചു. കയ്യേറ്റക്കാർക്കെതിരെ വീണ്ടും കോടതിയെ സമീപിക്കാനാണ് പുഴ സംരക്ഷണ സമിതിയുടെ തീരുമാനം. ഭരണാധികാരികളുടെ തണലിലാണ് കല്ലായിൽ കയ്യേറ്റ മാഫിയ വളർന്നത്. അതിർത്തി നിശ്ചയിച്ച് സ്ഥാപിച്ച ജണ്ട പോലും തകർത്തുകൊണ്ട് കയ്യേറ്റം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുമ്പോഴും അധികൃതർ മൗനത്തിലാണിവിടെ. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.